ഓം കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസ ഫലമാണ്. 2024 ഒക്ടോബർ മാസം ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗവും ഒക്കെ ഉള്ള ഒരു മാസമാണ്. അതായത് തൊഴിൽ സ്ഥാനത്ത് തൊഴിൽ സ്ഥാനാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു. അതിനുശേഷം തൊഴിൽ സ്ഥാനാധിപൻ ധനസ്ഥാനത്തേക്ക് മാറുന്നു. അപ്പം തൊഴിൽ സ്ഥാനാധിപൻ ധനസ്ഥാനത്തേക്ക് മാറുമ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടും. ധനസ്ഥാനത്തിന്റെ അധിപൻ വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് മാറുന്നതിനാൽ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും നല്ലതാണ് ധനം നേടുവാൻ. വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ യോഗമുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. ഈ ഒക്ടോബർ മാസം അപ്രതീക്ഷിതമായ ധനാഗമന യോഗം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന കാലം. കടങ്ങളൊക്കെ വീടുന്ന കാലം. നിയമപരമായ പ്രശ്നങ്ങളോ മറ്റ് ഏതെങ്കിലും മനോദുഃഖങ്ങളും ക്ലേശങ്ങളും ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം വന്നു ചേരാൻ പോകും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഐശ്വര്യസമ്പൂർണമായ ഒരു മാസമാണ് ഈ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഒക്ടോബർ മാസം. സന്താന കാര്യത്തിലും വളരെ സംതൃപ്തമായ അനുകൂലമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന യുവതി യുവാക്കൾക്കും നല്ലതാണ്. കൂടാതെ പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ഒരു ധൈര്യക്കുറവ് പോലെ ഉള്ള ഒരു മാസമാണ്. ചില കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധി ചിലപ്പോൾ എപ്പോഴും പ്രവർത്തിച്ചു വന്നു വരികയില്ല. അതിന് ഈശ്വരാധീനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ആവശ്യത്തിന് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ ശ്രമിക്കണം. സുഹൃത്ത് സ്ഥാനത്തിൽ പാവൻ നിൽക്കുന്നു. ആയതിനാൽ ഉള്ളുകയറാത്ത സുഹൃത്തുക്കൾ വന്നു ചേരുകയോ അവരുമായുള്ള സംസർഗ ഗുണം ജീവിതത്തിൽ ദോഷമായി ബാധിക്കുകയോ ചെയ്യാതിരിക്കുവാൻ അത് വളരെ അനിവാര്യമായിരിക്കുന്നു. കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ രാഹു സ്ഥിതി. അപ്പോൾ ആഗ്നേയ ഗ്രഹം ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നതിനാൽ പലവിധത്തിലും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബമാണ്. മാതാപിതാക്കളോടൊക്കെ ഒത്ത് മക്കള്, സഹോദരന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹത്തിൽ സഹായത്തിൽ പരസ്പരം കഴിഞ്ഞുകൊണ്ടിരുന്ന ദമ്പതികളായാലും കുടുംബത്ത് കയറിക്കഴിയുമ്പോൾ തുടങ്ങും സ്വസ്ഥതക്കേട്. അങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ അവർക്ക് സന്തോഷകരമായ കുടുംബജീവിതത്തിന് ക്ഷമയും വിട്ടുവീഴ്ചയും സംസാരത്തിലെ ക്രമപ്പെടുത്തലും ഒക്കെ വളരെ ആവശ്യമാണ്. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയ ഭംഗങ്ങൾ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കുക. മാന അപമാനങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർ, ഗവൺമെന്റ് ജോലിയായാലും മറ്റ് പ്രൈവറ്റ് ജോലികളായാലും സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായാലും അവർക്ക് വിജയങ്ങൾ വന്നു ചേരും. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും, ഇനി അതല്ല സ്വന്തമായിട്ട് കെട്ടിട നിർമ്മാണം, ആർക്കിടെക്റ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, അതുമായി ബന്ധപ്പെട്ട അവാന്തര വിഭാഗങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവരായാലും വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായിട്ടും വളരെ അനുകൂലമായ കാലം. പുതിയൊരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ജോലിക്കായിട്ട് ട്രാൻസ്പോർട്ടിങ്, ടാക്സി ഓടാനായിട്ടൊക്കെ ഒരു വണ്ടി എടുക്കണം എന്ന് ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓട്ടോറിക്ഷ ആയാലും ഒരു കാർ ആയാലും മറ്റ് വെഹിക്കിൾ, ഹെവി വെഹിക്കിളൊക്കെ ആയാലും എടുക്കുവാൻ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഒത്തുവരുവാൻ യോഗമുള്ള സമയമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. മുൻപോട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല വിജയങ്ങൾ വന്നു ചേരും. ഇതൊരു പുതുമ, ഒരു പുരോഗമനത്തിന്റെ സമയമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കൂടാതെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യണം. ഐല്യ പൂജകളിൽ പങ്കെടുക്കുകയോ തൊട്ടടുത്തുള്ളതാണെങ്കിലും സർപ്പക്കാവിൽ പോയി ഒരു മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നന്മ വരും. മഹാദേവന് ജലധാര ചെയ്യുക, ക്ഷമയൊക്കെ വന്നു ചേരുവാനും സംസാരത്തിൽ ഒരു നൈർമല്യം വന്നു ചേരുവാനും സുഹൃത്തുക്കളെയും മറ്റ് സഹപ്രവർത്തകരെയും ഒക്കെ ഒന്ന് കൂടെ നിർത്തി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒതുങ്ങി സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുവാനും ഇതൊക്കെ അനിവാര്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജാതകം നോക്കുന്നതിന്, വിവാഹ തടസ്സമായാലും മറ്റ് പൊരുത്തം നോക്കുന്നതിനായാൽ ഓൺലൈനായിട്ടൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.